ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 ആണ് വണ്ടി. ജനറൽ സർവീസൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് വണ്ടി നല്ല രീതിയിൽ ഒരു പാളിച്ച് നമുക്ക് കാണിക്കുന്നുണ്ട്. വണ്ടി കറക്റ്റായിട്ട് നമ്മൾ കൺട്രോളിൽ കിട്ടാത്ത രീതിയിൽ വണ്ടി പാളുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് കുറവ്, അങ്ങനെ 1-2 കംപ്ലയിൻസുകളാണ് നമുക്ക് തോന്നിയത്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫ് എടുക്കുക, അത് സ്റ്റാർട്ടായി കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ചോക്ക് കേബിളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവാം. നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് ബാക്കിൽ കിടക്കുന്നത്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലത്തെ ടയർ, ഫ്രണ്ടിലെയും ബാക്കിലത്തെയും ടയർ, 2 ടയറും തീർന്ന് നിൽക്കണേ. നമുക്ക് ഈ സൈഡിൽ ഗ്രൂ നോക്കട്ടെ, സെൻറ്ററിൽ വണ്ടിക്ക് ടയറിന് യാതൊരു പിടുത്തമില്ല. അതുകൊണ്ടാണ് ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് പാളുന്നൊരു ഫീൽ നമുക്കുള്ളത്. കാരണം 2 ടയർ മാറേണ്ട പീരീഡ് കഴിഞ്ഞുള്ള രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാറ്റി കളയണതാണ് സേഫ്. എന്തായാലും വണ്ടി പാളുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്റർ അത്യാവശ്യം പൊടിയൊക്കെ കയറിയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒരുവിധം മോശമായ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഇത്രയും പൊടി കയറി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് കാർബറേറ്ററിലേക്ക് ചെല്ലുന്ന എയർ ഫ്ലോയിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. അതും നമുക്ക് മൈലേജിനൊക്കെ ഡയറക്റ്റ് ബാധിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ചോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല, അതായത് കേബിൾ ഫുൾ ടൈറ്റാണ്. അപ്പോൾ സാധാരണ രീതിയിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കറക്റ്റ് അല്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ടൈം ലാഗ് വന്ന് വണ്ടി സ്റ്റാർട്ടായി കിട്ടി. ആക്സിലേറ്റർ കേബിളൊക്കെ പുതിയതാണ് കിടക്കണേ. അപ്പോൾ നിലവിൽ ചോക്ക് കേബിൾ മാറ്റിയിട്ട് കംപ്ലയിൻറ്റ് റെഡി ആവും എന്ന് വേണം വിചാരിക്കാനായിട്ട്. കാർബറേറ്ററിൻ്റെ അവസ്ഥയ്ക്ക് ഇതാണ്. കാർബറേറ്റർ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓടിച്ച് നോക്കുമ്പോൾ വേറെ കംപ്ലയിൻറ്റ് തോന്നണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നതല്ല കാർബറേറ്റർ ക്ലീനിങ്. നമുക്ക് ട്യൂണിങ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനത്തെ വേറെ കംപ്ലയിൻസുകളൊന്നും നമുക്ക് കാണുന്നില്ല. കാർബറേറ്റർ പിന്നെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ്. കാരണം എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണ എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറ്റേണ്ടി വരും. അപ്പോൾ ആ കൂട്ടത്തിലൂടെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് പോകണത് നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പുറമേന്ന്. അത് അഴിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ സാധാരണ ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ്. ഏകദേശം നമുക്കൊരു 385 രൂപ 400 എടുത്ത് നമുക്ക് അതിന് മാത്രം ചിലവ് വരും, കാർബറേറ്റർ ക്ലീനിങ് മാത്രം. ഇനി അതല്ല അതിൻ്റെ ജെറ്റുകൾ ഏതെങ്കിലും ബ്ലോക്കായി മാറേണ്ടി വന്നാൽ പ്ലസ് അതിന് ജെറ്റിൻ്റെ എമൗണ്ടും കൂടി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിലവിൽ ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം കാണുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ സജഷൻ പറഞ്ഞു എന്നുള്ളൂ. സാധാരണ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഫസ്റ്റ് നമുക്ക് കാണിച്ചിരുന്നു. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് തന്നെയാണ് നമുക്ക് കിടക്കുന്നത്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വലിയ പഴക്കമില്ലാത്ത ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റ് അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കതിപ്പോൾ നിലവിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള തേമാനാണത്. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും CVT ക്ലച്ചിൻ്റെ ആ പുള്ളി പോലെയുള്ള യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്ന 2 കംപ്ലയിൻറ്റുകളുണ്ട്. ഒന്ന് നമുക്ക് അതിൻ്റെ ക്ലച്ച് ഷൂമായി കണക്ട് ചെയ്യുന്ന ഈ സ്പ്രിങ് കാരണം പൊട്ടിയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. കൂട്ടത്തിലൂടെ റബ്ബർ കാര്യങ്ങൾ നമുക്ക് മാറ്റിയിടണം. അതിനേക്കാളും ഒരു ക്ലച്ച് ഷൂ, അതായത് നമ്മുടെ ബാക്കിലൊക്കെ ഉപയോഗിക്കുന്ന, നമുക്ക് വീലിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ബ്രേക്ക് ലൈനർ പോലെ തന്നെ അതേപോലെ തന്നെ ഒരു പാർട്സാണ് ഈ ക്ലച്ച് ഷൂ എന്ന് പറയുന്ന ഐറ്റംസ്. അതും ഈ സൈഡൊക്കെ ഫുള്ള് തീർന്നു, മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലൈനർ പീസ് വരാം. ഈ അലുമിനിയം ഭാഗം കയറി ക്ലച്ച് ഔട്ടറിൽ ഉരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, സ്ക്രാച്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലച്ച് ഷൂവിൻ്റെ മാക്സിമം കാലാവധി കഴിഞ്ഞാണ് ഇനി അങ്ങോട്ട് കിടന്ന് ഓടുന്തോറും മെറ്റൽ ടു മെറ്റലാണ് ടച്ച് ആവാൻ പോണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകും. അതുകൊണ്ട് ക്ലച്ച് ഷൂ നമുക്ക് എന്തെങ്കിലും കൂട്ടത്തിൽ മാറ്റി വിടണമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്, അവിടെ ഒക്കെ ആയിട്ട് ചെറിയൊരു പിടുത്തം വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് വാട്ടർ പേപ്പറായിട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്താൽ കയറ്റാവുന്നുള്ളൂ. നിലവിൽ വേറെ പ്രോബ്ലം അതിനകത്ത് വന്നിട്ടില്ല. ഈ ക്ലച്ച് ഷൂ ചേഞ്ച് ചെയ്തിടാം, ഈ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം, ഈ റബ്ബർ സെറ്റ് മാറ്റിയിടാം. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വന്നേക്കണേ കംപ്ലയിൻസ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ കൂട്ടത്തിയുടെ കിക്കറിൻ്റെ വീലൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ കിക്കർ ഈ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചോക്കിൻ്റെ കേബിളാണ് പ്രോബ്ലമായിട്ടുള്ളത്. നമുക്കിതിനകത്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കേസും നമ്മളീ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ വെറും ബ്ലാക്കാണ്.
ഒരു ഇത് തീരെ തീർന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കാൻ ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്തതിൻ്റെ കാരണം, വണ്ടി പാളിച്ച കാണിക്കുന്നതിൻ്റെയും റീസൺ അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റേണ്ട ടൈം പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിച്ചിൽ വന്നിട്ടുണ്ട്. അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണില്ല. അതായത് ബാക്ക് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കേബിൾ ബാക്ക് വീലിലേക്കും ഒരു കേബിൾ ഫ്രണ്ട് വീലിലേക്കും വന്നിട്ടുണ്ട്. അതിനകത്ത് വന്ന ആ കേബിളാണ് ചെറുതായിട്ട് ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിടുന്ന സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ്, അത് മാറ്റുന്നതാണ് നല്ലത്. പിന്നെ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. കാഴ്ചയിൽ തന്നെ പുതിയ ബാറ്ററിയാണ് ഇരിക്കണേ. 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട് ബാറ്ററിക്ക്. നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഒരു വാർണിംഗ് ലാമ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണോ എന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക. കാരണം ഒരു പക്ഷേ സെൽഫിൻ്റെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കാണിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാറണ്ടിക്ക് നമ്മൾ അത് അയച്ച് മാറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമ്മളിവിടെ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുക. ഇവിടെ റെഡ് ലൈറ്റാണ് വന്നേണേ. അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയോടെ തന്നെ ബാറ്ററി വാറണ്ടിയിലുള്ള ബാറ്ററി ആയിരിക്കണം. കാഴ്ചയിൽ നമുക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് വാറണ്ടി തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഇയർ കിടക്കുന്നത് പുതിയ 2024 കണ്ടാൽ തോന്നുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പുതിയ ബാറ്ററി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാറ്ററി ചില കേസിലൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടാം. നിലവിൽ വേറെ പ്രോബ്ലമൊന്നുമില്ല. സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് സ്പോഞ്ച് മോഡലാണ്, ഫോം ടൈപ്പാണ്. അത് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി കൂട്ടത്തിക്കൂടെ ചേഞ്ച് ചെയ്ത് വിടാം. പിന്നെ സാധാരണ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്ന വർക്കുകൾ. അപ്പോൾ നിലവിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്, സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറാനുണ്ട്, ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബ്രേക്കിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്തിടാനുണ്ട്. പിന്നെയുള്ളത് നമുക്ക് ഈ ഭാഗത്തേക്ക് ക്ലച്ചിനകത്ത് വരുന്നതാണ് ക്ലച്ച് ഷൂ, അതിൻ്റെ ആ സ്പ്രിങ് ഡാമ്പ്, ആ റബ്ബർ സെറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ചോക്കിൻ്റെ കേബിൾ മാറാനുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ കേസ് നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ചെയ്തിടണം നല്ലതാണ്. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചെയ്തിടണം നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ടയർ, ഫ്രണ്ടും ബാക്കും ടയറും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് തരാം. ഇപ്പോൾ രണ്ട് ടയറിൻ്റെയും കാർബറേറ്റർ ക്ലീനിങ്ങും ഇല്ലാതെയുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.